2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എപ്രകാരമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. കാർത്തിക നക്ഷത്രം ഒരു മുറിനാളാണ്. മേടക്കൂറിലും ഇടവക്കൂറിലുമായിട്ടാണ് ഈ നക്ഷത്രം ഉള്ളത്. ആദ്യത്തെ 15 നാഴിക മേടക്കൂറിലും പിന്നത്തെ 45 നാഴിക ഇടവക്കൂറിലുമാണ് ഉള്ളത്. നക്ഷത്രാധിപൻ സൂര്യൻ ആണ്. മേടക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ ഗുരു 3-ലും ശനി 12-ലും രാഹു 11-ലും കേതു 5-ലുമാണ്. പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളിൽ, അതായത് ശനി, വ്യാഴം, രാഹു, കേതു എന്നീ 4 ഗ്രഹങ്ങളിൽ 3 ഗ്രഹങ്ങളും മേടക്കൂറുകാർക്ക് 2026 ആദ്യ പകുതിയിൽ ദോഷസ്ഥാനത്ത് ആണ് ഉള്ളത്. മേടക്കൂറുകാർക്ക് 7 ശനിയുടെ കാലം നടക്കുന്നത് കൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാവുക എന്നത് ഉറപ്പാണ്. 2026 ജൂൺ വരെ ഇവർക്ക് അല്പസ്വല്പം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലമാണ്. യാത്രാവിഘ്നം, വിദ്യാ തടസ്സം, പ്രതിബന്ധങ്ങൾ, അപമാനം, നേതൃമാറ്റം, കലഹം, കാര്യതടസ്സം എന്നിവ ഉണ്ടാവാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. വിദേശവാസത്തിന് ശ്രമിക്കുന്നവർക്ക്, വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. അലസതയും സഹോദര വിരോധവും ഒക്കെ ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം. പാഴ്ചിലവ് ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. ചെറിയ അസുഖങ്ങളും അതുമൂലമുണ്ടാകുന്ന മനോവിഷമങ്ങളും ഒക്കെ ഈ സമയത്ത് വന്നു ചേർന്നേക്കാം. മേലാധികാരികളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ 2 വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് എത്തുന്നതോടെ ഇവർക്ക് നല്ല ഒരു സമയം ആരംഭിക്കുകയാണ്. ഈ സമയത്ത് പല വിധത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാവാം. അതായത് 2026 രണ്ടാം പകുതിയോടെ ഇവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ധനനേട്ടവും പല വിധത്തിലുള്ള ധനലാഭവും ഉണ്ടായി എന്ന് വരാം. ബിസിനസ്സിൽ നേട്ടം ഉണ്ടാവുന്നതാണ്. പുതിയ സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വസ്തു വാങ്ങുവാനും വീട് വെക്കുവാനും വീട് വാങ്ങുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ സഫലമായി കിട്ടുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. സഹോദരന്മാരെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ വിരോധം ഒക്കെ ഉള്ളവരാണെങ്കിൽ അവയൊക്കെ ഈ സമയത്ത് അതൊക്കെ മാറിക്കിട്ടുന്നതും ആയിരിക്കും. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുവാനും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് നേടുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. മേടക്കൂറിലുള്ള കാർത്തികയിൽ വരുന്നവർക്കുള്ള അനുഭവങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. എന്നാൽ ഇടവക്കൂറുകാർക്ക് നേരെ വിപരീതമാണ്. ആദ്യ പകുതിയിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാവുന്നതാണ്. യാത്രകൾ കൊണ്ടുള്ള നേട്ടവും ധനനേട്ടവും കാര്യവിജയവും ഒക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. വിദേശവാസത്തിന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടന്നു കിട്ടുന്നതാണ്. സഹോദരന്മാരെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള വിരോധങ്ങളോ പിണക്കങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. ധനനേട്ടം ഉണ്ടാകുന്നതും ശാരീരികമായ സുഖം ഉണ്ടാകുന്നതും മനസന്തോഷം ഉണ്ടാകുന്നതും മേലധികാരികളിൽ നിന്ന് നല്ല അനുഭവങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുവാനോ വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകുവാനോ വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനോ അതിൽ തീർപ്പുണ്ടാകുവാനോ ഒക്കെ സാധ്യതയുള്ള കാലമാണ്. പല നല്ല കാര്യങ്ങളും ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. ആദ്യ പകുതിയിൽ ഇവർക്ക് ധനനേട്ടവും ശത്രുഹാനിയും വിദ്യാ പുരോഗതിയും സഹോദര ഗുണവും വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കോ വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കോ ആഗ്രഹം സഫലമാകുവാനും തൊഴിൽ നേട്ടം ഉണ്ടാകുവാനും തൊഴിലിൽ നിന്ന് ലാഭം ഉണ്ടാകുവാനും ധനാഗമനം ഉണ്ടാകുവാനും സംരംഭ വിജയം ഉണ്ടാകുവാനും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ രണ്ടാം പകുതി ഇവർക്ക് അത്ര ഗുണകരമല്ല. ഈ സമയത്ത് ഇവർക്ക് യാത്രാവിഘ്നം ഉണ്ടാകുവാനും പ്രതിബന്ധങ്ങൾ ഉണ്ടാകുവാനും അപമാനം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. നേതൃമാറ്റം ഉണ്ടാകുവാനും വിദ്യാ തടസ്സം ഉണ്ടാകുവാനും കാര്യതടസ്സം ഉണ്ടാകുവാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അലസതയുണ്ടാകുവാനും പാഴ്ചിലവ് വർദ്ധിക്കുവാനും
ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുവാനും അതുവഴി മനോദുഃഖം ഉണ്ടാകുവാനും മേലാധികാരികളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. പൊതുവെ പറഞ്ഞാൽ ഇടവക്കൂറുകാർക്ക് ആദ്യ പകുതി ഗുണവും രണ്ടാം പകുതി ദോഷവും ആണ് 2026. ദോഷപരിഹാരമായി ഇവർ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും നടത്തുക, ശാസ്താവിന് നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കുക, ശിവന് ജലധാര, പിനുവിളക്ക് എന്നിവ കഴിക്കുക എന്നിവയാണ്. മേടക്കൂറുകാർ പ്രധാനമായും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇത് ചെയ്താൽ ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ഒഴിഞ്ഞു കിട്ടുന്നതാണ്. ഇടവക്കൂറുകാർക്ക് രണ്ടാം പകുതിയിൽ ദോഷത്തിന് പരിഹാരമായി വഴിപാടുകൾ നടത്തുകയാണെങ്കിൽ അവർക്ക് ദോഷാനുഭവങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്.